ഹായ് ഡിയേഴ്സ്, ഇന്ന് പറയാൻ പോകുന്നത് സ്റ്റാറ്റിക് ഡയഗ്രത്തിലെ മൂന്നാമത്തെ ഡയഗ്രമായ കമ്പോണൻറ്റ് ഡയഗ്രത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ 4 ഡയഗ്രമാണ് സ്റ്റാറ്റിക് ഡയഗ്രത്തിലുള്ളത്: ക്ലാസ് ഡയഗ്രാം, ഒബ്ജക്റ്റ് ഡയഗ്രാം, കമ്പോണൻറ്റ് ഡയഗ്രാം, ദെൻ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. അതിൽ കമ്പോണൻറ്റ് ഡയഗ്രമാണ് പറയുന്നത്. Component diagrams are different in terms of nature and behavior. കമ്പോണൻറ്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഡയഗ്രത്തിനും ക്ലാസ് ഡയഗ്രത്തിനെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമാണ്. ക്ലാസ് ഡയഗ്രാം ആണെങ്കിലും ഒബ്ജക്റ്റ് ഡയഗ്രാം ആണെങ്കിലും അത് രണ്ടും വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. ക്ലാസ്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. എന്നാൽ കമ്പോണൻറ്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ആസ്പെക്ട്സ്, അതായത് അതിൻ്റെ ക്യാരക്ടേഴ്സ്, ഒരു സിസ്റ്റത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനെയാണ് കമ്പോണൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ആസ്പെക്ട്സ് ആണ്. അത് പറയുമ്പോൾ അത് ബിഹേവിയറൽ മോഡ് ഡയഗ്രത്തിൽ വരികയും ഇല്ല, എന്നാലോ അത് സ്റ്റാറ്റിക് ഡയഗ്രമാണ്. ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് ബിഹേവിയറാണ് പറയുന്നത്. Compound diagrams are different in terms of nature and behavior. Compound diagrams are used to model the physical aspects of a system. Physical aspects are the elements such as executables, libraries, files, document, etc. അപ്പോൾ ഈ ഫിസിക്കൽ ആസ്പെക്റ്റ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അത് ലൈബ്രറീസ് ആവും. ലൈബ്രറീസ് ആണ് നമുക്കറിയാം, നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന ഓരോ സ്റ്റോറേജ് ഭാഗങ്ങളെയാണ് നമുക്ക് ലൈബ്രറീസ് എന്നൊക്കെ പറയുന്നത്. ലൈബ്രറീസ്, ഫയൽസ്, ഡോക്യുമെൻറ്റ്സ്, എക്സിക്യൂട്ടീവ്സ്, ഈ എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രാമാണ് കമ്പോണൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതും സ്റ്റാറ്റിക്കായൊരു ഫീച്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് ഡയഗ്രാമായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യുന്നത്. കമ്പോണൻറ്റ് ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു വിഷ്വലൈസ് ദ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻഷിപ്സ് എമംഗ് ദ കമ്പോണൻറ്റ്സ് ഇൻ എ സിസ്റ്റം. കമ്പോണൻറ്റ് ഡയഗ്രാംസ് എന്ന് പറയുന്നത് കമ്പോണൻറ്റ്സിൻ്റെ ഓർഗനൈസേഷൻ, അതായത് പറഞ്ഞ ഈ ഫിസിക്കൽ ആസ്പെക്റ്റിനെ കാണിക്കാനും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കാനുമാണ് കമ്പോണൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ദീസ് ഡയഗ്രാംസ് ആർ ആൾസോ യൂസ് ടു മേക്ക് എക്സിക്യൂട്ടബിൾ സിസ്റ്റം. എക്സിക്യൂട്ടബിൾ സിസ്റ്റത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ആപ്ലിക്കേഷൻ ലെവലിൽ യൂസ് ചെയ്യാനും ഇത് കഴിയും. ഇനി എന്തൊക്കെയാണ് ഒരു കമ്പോണൻറ്റ് ഡയഗ്രത്തിൻ്റെ പർപ്പസ് എന്നാണ് പറയുന്നത്. പർപ്പസസ് ഓഫ് കമ്പോണൻറ്റ് ഡയഗ്രാം. ദ പർപ്പസസ് ഓഫ് ദി കമ്പോണൻറ്റ് ഡയഗ്രാം ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ്, മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുമ്പോൾ മുന്നത്തെ അതേ ഒരു ഫീച്ചർ ക്ലാസ് ആയാലും ഒബ്ജക്റ്റ് ആയാലും വരുന്ന പോലുള്ളത് തന്നെയാണ് ഈ ഒരു കമ്പോണൻറ്റ് ഡയഗ്രത്തിലും വരുന്നത്. ഒന്ന് വിഷ്വലൈസ് ദ കമ്പോണൻറ്റ്സ് ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റിൽ കാണാൻ കഴിയും. അതാണ് നമ്മൾ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. കമ്പോണൻറ്റ്സിനെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് കഴിയും. കൺസ്ട്രക്ട് എക്സിക്യൂട്ടബിൾസ് ബൈ യൂസിങ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. മറ്റുള്ള ക്ലാസ്സിലും ഒബ്ജക്റ്റിലും പറഞ്ഞതുപോലെ തന്നെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി എക്സിക്യൂട്ടബിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. ഡിസ്ക്രൈബ് ദ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ദി കമ്പോണൻറ്റ്. പിന്നെ അതിൻ്റെ ഓർഗനൈസേഷൻ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും ഇതുവഴി കഴിയും. ഇനി എങ്ങനെയാണ് ഒരു കമ്പോണൻറ്റ് ഡയഗ്രാം ഡ്രോ ചെയ്യാൻ? ഹൗ ടു ഡ്രോ കമ്പോണൻറ്റ് ഡയഗ്രാം. ബിഫോർ ഡ്രോയിങ് എ കമ്പോണൻറ്റ് ഡയഗ്രാം ദ ഫോളോയിങ് ആർട്ടിഫാക്ട്സ് ആർ ടു ബി ഐഡൻറ്റിഫൈഡ് ക്ലിയർ. നമ്മളൊരു കമ്പോണൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അവ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഫയൽസ് യൂസ്ഡ് ഇൻ ദ സിസ്റ്റം. സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഫയലുകൾ ഏതൊക്കെയാണ്? ലൈബ്രറീസ് ആൻഡ് അതർ ആൻറ്റിഫാക്ട്സ് റെലവൻറ്റ് ടു ദ ആപ്ലിക്കേഷൻ. ലൈബ്രറീസ് പോലുള്ള മറ്റ് ആൻറ്റിഫാക്ട്സുകൾ, ഇതുപോലെയുള്ള ലൈബ്രറീസ് പോലെയുള്ള വേറെ എന്തൊക്കെയാണ്? ഡിസ്ക് ഡ്രൈവുകൾ ഒക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. റിലേഷൻഷിപ്പ് എമംഗ് ദ ആൻറ്റിഫാക്ട്സ്, അതായത് റിലേഷൻഷിപ്പ് അബൌട്ട് ദ ആർട്ടിഫാക്ട്സ് പറയുമ്പോൾ ആ ലൈബ്രറീസ് ആണെങ്കിൽ ലൈബ്രറീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഫിസിക്കൽ ആസ്പെക്റ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു കമ്പോണൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ കഴിയുകയുള്ളൂ.
After identifying the artifacts, the following points need to be kept in the mind. അപ്പോൾ ആ ഒരു 3 പോയിൻ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതായത് ഒരു ചിത്രം വരയ്ക്കാൻ പോകുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് ശേഷം ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം വേണ്ടത് എന്തൊക്കെയാണ് ഇനി പറയുന്നത്. യൂസ് എ മീനിങ് നെയിം ടു ഐഡൻറ്റിഫൈ ദ കമ്പോണൻറ്റ്സ് ഫോർ വിച്ച് ദ ഡയഗ്രാം ഈസ് ടു ബി ട്രൂ. നിങ്ങൾ വരയ്ക്കുന്നത് ഏത് ഡയഗ്രാമാണോ ഏത് ഫിസിക്കൽ ആസ്പെക്റ്റ് ആണോ വരയ്ക്കുന്നത് അതിന് അനുസൃതമായ ഒരു മീനിങ് ഉള്ള ഒരു പേര് നൽകുക. പ്രിപ്പയർ എ മെൻ്റൽ ലേഔട്ട് ബിഫോർ പ്രൊഡ്യൂസിങ് യൂസിങ് ടൂൾസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, അത് ഭാവനയിൽ വരച്ചുണ്ടാക്കുക. അതായത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് സ്കെച്ച് ചെയ്യുക. അതാണ് പറയുന്നത് മെൻ്റൽ ലേഔട്ട് എന്ന് പറയുന്നത്. യൂസ് നോട്ട്സ് ഫോർ ക്ലാരിഫൈ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. പിന്നെ എല്ലാ പോയിൻറ്റുകളും ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ഡ്രോ ചെയ്യാൻ പോകുന്നതിന് മുന്നുള്ള കാര്യവും പിന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം രണ്ടായിട്ട് തന്നെ പറയാം. വേർ ടു യൂസ് കമ്പോണൻറ്റ്, എവിടെയൊക്കെയാണ് കമ്പോണൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കമ്പോണൻറ്റ് ഡയഗ്രാംസ് ക്യാൻ ബി യൂസ്ഡ് ടു മോഡൽ ദ കമ്പോണൻറ്റ് ഓഫ് എ സിസ്റ്റം. ഏതൊക്കെ മോഡലുകളിലാണ് ഉപയോഗിക്കുന്നത്? മോഡൽ ദ ഡാറ്റാബേസ് സ്കീമ മോഡൽ ചെയ്യാൻ ഉപയോഗിക്കും. ഒരു സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് മോഡൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഒരു ആപ്ലിക്കേഷൻ്റെ എക്സിക്യൂട്ടബിൾസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ മോഡൽ ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ സിസ്റ്റം സോഴ്സ് കോഡ് മോഡൽ ചെയ്യാൻ യൂസ് ചെയ്യും. പല പല മേഖലകളിലും ഈ ഒരു കമ്പോണൻറ്റ് മോഡൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടൊരു 4 മോഡലുകൾ ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് ആ മോഡലുകൾ? കമ്പോണൻറ്റ് ഓഫ് എ സിസ്റ്റം, ഡാറ്റാബേസ് സ്കീമ, എക്സിക്യൂട്ടബിൾസ് ഓഫ് ആപ്ലിക്കേഷൻ, സിസ്റ്റം സോഴ്സ് കോഡ്. ഇതെല്ലാം മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പോണൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിനൊരു ജസ്റ്റ് ഒരു ചിത്രം വരച്ചതാണ്. അതായത് ഒരു കമ്പോണൻറ്റ് ഡയഗ്രത്തിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചത്. കമ്പോണൻറ്റ് ഡയഗ്രാം ഓഫ് ആൻ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം. നമ്മൾ ക്ലാസ് ഡയഗ്രാം ആയാലും ഒബ്ജക്റ്റ് ഡയഗ്രാം ആയാലും എല്ലാം തന്നെ ഓർഡർ മാനേജ്മെൻ്റ് ആണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതും ഓർഡർ മാനേജ്മെൻറ്റ് തന്നെ പറയുന്നത്. ഇതിൽ പറയുന്ന ജാവ ഫയൽസാണ്. ആ ജാവ ഫയൽസിൽ വരുന്ന ഫയലുകൾ, ഒരു ഫയൽ ഫയലിനെ റെപ്രസെൻറ്റ് ചെയ്യാനും കമ്പോണൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുക. മറ്റ് ഫയൽ മാത്രമല്ല ലൈബ്രറീസ് ഏത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിലൊന്നും നമ്മൾ യൂസ് ചെയ്ത് ഫയൽസാണ്. അത് ജാവ ഫയൽസാണ്. അതിൽ ജാവ ഫയൽ 2 ഫയലാണുള്ളത്. ഇത് നമ്മൾ പറഞ്ഞാൽ അതിന് കസ്റ്റമറും ഓർഡറും ഈ 2 ക്ലാസ് ആയാലും ഒബ്ജക്റ്റിലെല്ലാം പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ 2 ഫയൽ പറഞ്ഞു, കസ്റ്റമർ എന്നും ഓർഡർ എന്നും. അപ്പോൾ ജാവ ഫയൽ ആയതുകൊണ്ടാണ് ഡോട്ട് ജാവ ഏതുള്ള എക്സ്റ്റൻഷൻ വഴി കാണിച്ചത്. ഇനി കസ്റ്റമറിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് പറഞ്ഞാണ് നോർമൽ ഓർഡർ. കസ്റ്റമറാണ് തീരുമാനിക്കുന്നത് നോർമൽ ഓർഡറാണോ സ്പെഷ്യൽ ഓർഡറാണോ എന്നൊക്കെ ഉള്ളത്. അതാണ് കസ്റ്റമറിൻ്റെ 2 ഫീച്ചറായിട്ട് നോർമൽ ഓർഡറും സ്പെഷ്യൽ ഓർഡറും പറയാം. ഡോട്ട് ജാവ എന്ന് പറയാൻ കാരണം ജാവ എന്നുള്ള ഒരു ഫയലായതുകൊണ്ടാണ്. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യും? ഓർഡർ ചെയ്യും. അപ്പോൾ ഓർഡർ എന്നുള്ളത് എന്താവാം? ഒന്നെങ്കിൽ ഇതാവാം, അതാണ് ഡോട്ടിട്ട് കാണിച്ചിട്ട് സ്പെഷ്യൽ ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നോർമൽ ആവാം. അത് എന്തുമാവാം. അതുകൊണ്ടാണ് ഡോട്ടിട്ട് അവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ കസ്റ്റമറിൻ്റെ കമ്പോണൻ്റാണ് നോർമൽ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ നോർമൽ എന്നുള്ള ആ കമ്പോണൻറ്റ് ഫിക്സ് ചെയ്യുക. പിന്നെ ഓർഡർ കൊടുത്തു എന്നുള്ളതും കൊടുക്കാതിരിക്കാൻ കൊടുത്തു എന്നാവും. അത് ഡോട്ടിട്ട് കാണിച്ചാൽ വേണോ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ചെയ്തില്ല കൺഫേം ആവാത്ത കേസാണ്. അത് പോസിബിൾ ആയ കേസാണ്. പക്ഷെ ഇത് കൺഫേം ആയ കേസാണ്. അതായത് കമ്പോണൻറ്റ് ഇവിടെ ഓർഡർ ചെയ്തു, ഓർഡർ ചെയ്താണ് നോർമൽ ഓർഡറാണ് എന്നുള്ളതാണ് കൺഫർമേഷൻ. ഈ ഒരു ചിത്രം വഴി അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയാണ് കമ്പോണൻറ്റ് ഡയഗ്രാം പറയാനുള്ളത്. കമ്പോണൻറ്റ് ഡയഗ്രാം എന്താണ്, പിന്നെ കമ്പോണൻറ്റ് ഡയഗ്രാമിൻ്റെ പർപ്പസ് എന്താണ്, കമ്പോണൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, കമ്പോണൻറ്റ് ഡയഗ്രാം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ആ ഒരു ഫിഗറും ആണ് കമ്പോണൻറ്റ് ഡയഗ്രത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.